മീറ്റർ ബ്രിഡ്ജ് ഓർ അതിൻ്റെ വേറൊരു പേരാണ് സ്ലൈഡ് വയർ ബ്രിഡ്ജ് എന്ന് പറയും. ഇത് പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, നമ്മൾ ലാബിൽ ചെയ്യുന്ന ഒരു നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ, ഇപ്പം മീറ്റർ ബ്രിഡ്ജ് ലാബിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നോക്കുന്ന ഒരു തടിപ്പെട്ടിയായിരിക്കും. അപ്പം എൻ്റെ അപ്പിയറൻസ് ലാബിൽ ചെല്ലുമ്പോൾ കാണുന്ന അപ്പിയറൻസ് ഒരു വലിയ തടിപ്പെട്ടിയായിരിക്കും, ഒരു തടി. ഓക്കെ, ഒരു വുഡൻ ബോക്സ്. ഓക്കെ, ഒരു വുഡൻ ബോക്സ്. ഈ വുഡൻ ബോക്സിൽ ഇതല്ലേ ഇതുമാതിരി എൽ ഷേപ്പിലുള്ള, എല്ലിൻ്റെ ഷേപ്പല്ലേ, എൽ ഷേപ്പിലുള്ള ഒരു മെറ്റൽ സ്ട്രിപ്പ് ഫിക്സ് ചെയ്തേക്കും. ഇനി ഈ എൻഡിലും അതുപോലെ ഒരെണ്ണം കാണും. അപ്പം രണ്ട് എൽ ഷേപ്പിലുള്ള രണ്ട് മെറ്റൽ സ്ട്രിപ്സ് ഇതുപോലെ കാണും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തേർഡ് മെറ്റൽ സ്ട്രിപ്പ് ഇതുപോലെ കാണും. ഓക്കെ, ഇനി ഇവിടെ ഒരു കണക്ഷൻ പോയിന്റ് കാണും, ഇവിടെ ഒരു കണക്ഷൻ പോയിന്റ് കാണും, ഇവിടെ കണക്ഷൻ പോയിന്റ് കാണും, ഇവിടെ കണക്ഷൻ പോയിന്റ് കാണും, ഇവിടെ കണക്ഷൻ പോയിന്റ് കാണും, ഇവിടെ കാണും, ഇവിടെ കാണും. ഓക്കെ, ഇനി ഈ പോയിന്റിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ രണ്ട് പോയിന്റ് എയും ബി എന്നാണ് ഞാൻ സി എന്നിടാം. അപ്പോൾ എയ്ക്കും സിക്കും ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് വയറുണ്ട്. അപ്പോൾ ഇത് കോൺസ്റ്റാൻറ്റൻ അല്ലെങ്കിൽ കോൺസ്റ്റാൻറ്റൻ ഓർ മാൻഗൻ വയറായിരിക്കും. കോൺസ്റ്റാൻറ്റൻ ഓർ മാൻഗനിൻ്റെ ഒരു വയറായിരിക്കും. ഈ സാധനത്തിൻ്റെ പേരാണ്, ഈ ബോക്സിൻ്റെ ഈ ഡിവൈസിൻ്റെ പേരാണ് നമ്മുടെ മീറ്റർ ബ്രിഡ്ജ്. അപ്പം മീറ്റർ ബ്രിഡ്ജ് ലാബിൽ ചെല്ലുമ്പോൾ കാണുമ്പോൾ തിരിച്ചറിയണം, ഇതുപോലെ ഒരു തടിപ്പെട്ടി, ഈ തടിപ്പെട്ടിയുടെ പുറത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ഹൗ മെനി മെറ്റൽ സ്ട്രിപ്സ്? 3. ഇത് ഒരു എൽ ഷേപ്പിലുള്ള ഒരു മെറ്റൽ സ്ട്രിപ്പ്, അങ്ങേറ്റത്തൊരു മെറ്റൽ സ്ട്രിപ്പ്, ഇനി മിഡിലിൽ വേറൊരു മെറ്റൽ സ്ട്രിപ്പ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ ഒരു ഗ്യാപ്പ് കാണും, ഇവിടെ ഒരു ഗ്യാപ്പ് കാണും. ഇനി ഇതെല്ലാം കണക്ഷൻ പോയിന്റ്സ് ആണ്. ഇനി എയ്ക്കും സിക്കും ഇടയ്ക്ക് ഒരു കോൺസ്റ്റാൻറ്റിൻ്റെ അല്ലെങ്കിൽ മാൻഗനിൻ്റെ വയർ ഇങ്ങനെ ടെമ്പറായിട്ട് വലിച്ചു കെട്ടിയിരിക്കും. ഈ സെറ്റപ്പിനെ പറയുന്ന പേരാണ് മീറ്റർ ബ്രിഡ്ജ്. അപ്പോൾ ലാബിൽ ചെന്ന മീറ്റർ ബ്രിഡ്ജ് എങ്ങനെ തിരിച്ചറിയും? ഒരു തടിപ്പെട്ടി, തടിപ്പെട്ടിയുടെ പുറത്ത് എൽ ഷേപ്പിൽ രണ്ട് മെറ്റൽ സ്ട്രിപ്സ്, ഇൻ ബിറ്റ്വീൻ ഒരു തേർഡ് സ്ട്രിപ്പ്, രണ്ട് ഗ്യാപ്പ്, ഇനി എയ്ക്കും സിക്കും ഇടയ്ക്ക് ഒരു കോൺസ്റ്റാൻറ്റ് അല്ലെങ്കിൽ മാൻഗനും കമ്പി വലിച്ചു കെട്ടി. ഈ സെറ്റപ്പിനെ പറയുന്ന പേരാണ് മീറ്റർ ബ്രിഡ്ജ്. അപ്പോൾ മീറ്റർ ബ്രിഡ്ജ്, ഇതാണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ലെഫ്റ്റിലുള്ള എൽ ഷേപ്ഡ് മെറ്റൽ സ്ട്രിപ്പ്, റൈറ്റിലുള്ളത് ഇനി മിഡിലുള്ളത്. ഓക്കെ, ഈ ലെഫ്റ്റ് ഗ്യാപ്പ്, ഇത് റൈറ്റ് ഗ്യാപ്പ്. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ലാബിൽ ഈ സാധനം ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ലാബിൽ ഒരു കമ്പി നിങ്ങൾക്ക് തരും, ആ കമ്പിയുടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ലാബിൽ നിങ്ങൾക്ക് ഒരു കമ്പി തരും, ആ കമ്പിയുടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ യൂസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ജോലി, ലാബിലോട്ട് ചെല്ലുക. അപ്പം നമ്മുടെ മീറ്റർ ബ്രിഡ്ജിനെ കണ്ടു. മീറ്റർ ബ്രിഡ്ജിൻ്റെ ഈ ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തു കണ്ടോ, ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്തിൽ കൊണ്ട് കൊടുക്കുക? സെല്ലിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ബാറ്ററി. ഓക്കെ, ബാറ്ററിയിൽ കൊടുത്തു, ഒരു കുഴപ്പമില്ലല്ലോ. ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു കീ ഒക്കെ കൊടുത്ത് വയ്ക്കുക. ഓക്കെ, അവിടെ ഇരുന്നോട്ട്. ഇനി അടുത്ത് ഈ ലെഫ്റ്റ് ഗ്യാപ്പ് കണ്ടില്ലേ, ഈ ലെഫ്റ്റ് ഗ്യാപ്പിൽ ഇവിടെ നിന്ന് ഒരു വയർ എടുക്കുക, ഇവിടെ നിന്ന് ഒരു വയർ എടുക്കുക. ഓക്കെ, എടുത്തിട്ട് റെസിസ്റ്റൻസ് ബോക്സിൽ കൊടുക്കണം. നിങ്ങൾ റെസിസ്റ്റൻസ് ബോക്സ് കണ്ടിട്ടുണ്ടോ? ലാബിൽ ഒരു പെട്ടി പോലത്തെ സാധനം, അതിനകത്ത് കുറേ പ്ലഗുകൾ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്ന കണ്ടു കാണും. അപ്പം അതിൻ്റെ പേരാണ് റെസിസ്റ്റൻസ് ബോക്സ്. ഞാൻ വരയ്ക്കാം. ഇതിപ്പം നമുക്ക് ലാബ് ഇല്ലാതെ വീട്ടിലിരിക്കുകയല്ലേ, അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പം ഇത് കണ്ടുവയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ബോക്സ്. ഓക്കെ, ഇത് നിറയെ ഇതാണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കുത്തി വെച്ചേക്കും. ഇതിനെയാണ് പ്ലഗ് കീസ് എന്ന് പറയും. എന്താ പറയുക? പ്ലഗ് കീസ്. ഓരോന്നിൻ്റെ അടുത്ത് ഓരോ റെസിസ്റ്റൻസ് വാല്യൂ എഴുതിയേക്കും കേട്ടോ. ഇതാണ് റെസിസ്റ്റൻസ് ബോക്സ് എന്നുള്ള ഡിവൈസ്. ഇതിന് രണ്ട് കണക്ഷൻ ടെർമിനൽസ് കാണും, രണ്ട് ടെർമിനൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസ് ബോക്സ്. നമ്മൾ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്തത് ഇതിനെയാണ്. ഇനി ഇവിടെ നിന്നൊരു കണക്ഷൻ വയർ എടുത്ത് ഇവിടെ കൊടുത്തു, ഇവിടെ നിന്നൊരു കണക്ഷൻ വയർ എടുത്ത് ഇവിടെ കൊടുത്തു. ഓക്കെ, റെസിസ്റ്റൻസ് ബോക്സിൽ കൊടുത്തു. ഇനി ഒരു കമ്പി തരുമെന്ന് പറഞ്ഞില്ലേ, ആ കമ്പിയാണിത്. ആ കമ്പിയുടെ ഒരറ്റം ഇവിടെ കൊടുക്കുക, മറ്റേ അറ്റം ഇവിടെ കൊടുക്കുക. ഓക്കെ, കമ്പി കൊടുത്തു. ഇതിനെയാണ് അൺനോൺ റെസിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്നത്. ഒരു കുഴപ്പമില്ല. അപ്പോൾ ലെഫ്റ്റ് ഗ്യാപ്പിൽ ആരെ ഫിറ്റ് ചെയ്തു? റെസിസ്റ്റൻസ് ബോക്സിനെ ഫിറ്റ് ചെയ്തു. റെസിസ്റ്റൻസ് ബോക്സിന് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയൊന്നുമില്ല, ഇത് റെസിസ്റ്റൻസുകളാണ്. അപ്പോൾ അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല. അപ്പോൾ ഇതാ ഈ എൻഡിൽ നിന്നൊരു കണക്ഷൻ ഇവിടെ കൊടുത്തു, ഈ എൻഡിൽ നിന്നൊരു കണക്ഷൻ ഇവിടെയും കൊടുത്തു. ഇനി ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസ് വയർ ഫിറ്റ് ചെയ്തു, ഒരെൻഡ് ഇവിടെയും ഒരെൻഡ് ഇവിടെയും കെട്ടി. ഇനി അടുത്തെന്താണ്? നമ്മുടെ ഈ മിഡിൽ ഒരു കണക്ഷൻ കണ്ട, ഇവിടെ നിന്നൊരു കണക്ഷൻ വയർ എടുത്തിട്ട് ഒരു ഗാൽനോമീറ്റർ എടുക്കുക. ഗാൽനോമീറ്റർ എത്ര കണക്ഷൻ പോയിന്റ്സ് കാണും? 2. അതിനും പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ 1 കൊടുക്കുക. ഓക്കെ, കൊടുത്തു. ഇനി മറ്റേ സ്ഥലത്ത് നിന്ന് കണക്ഷൻ എടുത്തിട്ട് ഇതാ കൊണ്ടുവരുന്നു.
എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു ജോക്കിയിൽ കൊടുക്കും. എന്തെല്ലാം കൊടുക്കുന്നത്? ജോക്കി. എന്താണ് ജോക്കി? എന്താണ് നീ ചിരിക്കുന്നത്? ജോക്കി നീ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല എൻ്റെ അർത്ഥം. നോക്കൂ, ജോക്കി എന്ന് പറഞ്ഞാൽ ഒരു കമ്പി. അപ്പോൾ ഒരു വണ്ണമുള്ള ഒരു കമ്പിയാണ്. വണ്ണമുള്ള കമ്പി എന്ന് പറയുന്നത്, ഒരു വണ്ണമുള്ള കമ്പി എന്ന് പറയുമ്പോൾ അതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ആ സാധനത്തിനെ പറയുന്ന പേരാണ് ജോക്കി. അപ്പോൾ ഇതാണ് ജോക്കി. ഈ ജോക്കിയെ ഈ നമ്മുടെ ഈ 1 മീറ്റർ നീളമുള്ള വയറില്ലേ, അതിൽ കൂടെ ഒരച്ചോണ്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഒരയ്ക്കുന്നതായിട്ട് ഒരു പടം വരച്ച് വയ്ക്കുക. അപ്പോൾ അതാണ്ട് ഇതിനെ കൊണ്ടുവന്ന് ഇതിൽ ഒരച്ചു വെച്ചിരിക്കുന്നു, കണ്ടോ? ഒരച്ചുകൊണ്ട് പോകുന്നതായിട്ട്. ഓക്കെ, ഈ പടമാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഈ വയറിൽ തൊടുന്ന പോയിന്റിനെയാണ് നമ്മൾ ജെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ മനുഷ്യന് മനസ്സിലാവുന്ന ഫോമിൽ ഇത് ഞാൻ പറഞ്ഞുതരാം. ലാബിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ മീറ്റർ ബ്രിഡ്ജിനെ കാണുന്നു. മീറ്റർ ബ്രിഡ്ജിനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും? നിങ്ങൾ കണ്ട ഉടനെ മീറ്റർ ബ്രിഡ്ജ് കൈയെടുത്ത് ഹായ് എന്ന് പറയും, അല്ലേ? അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. അല്ല, നോക്കുക, പിന്നെ മീറ്റർ ബ്രിഡ്ജിനെ നോക്കുമ്പോഴത്തേക്ക് ഒരു തടിപ്പെട്ടി, ഇതാ ഇത്ര നീളമുണ്ട്, ഒരു തടിപ്പെട്ടി, അതിൻ്റെ പുറത്ത് എത്ര എൽ ഷേപ്പിലുള്ള 2 മെറ്റൽ സ്ട്രിപ്സ് കാണും. 2 എൽ ഷേപ്പിലുള്ള മെറ്റൽ സ്ട്രിപ്സ് കാണും. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു 3rd മെറ്റൽ സ്ട്രിപ്പ് കാണും. ഇവിടെ ഒരു ഗ്യാപ്പ് കാണും, അവിടെ ഒരു ഗ്യാപ്പ് കാണും. പിന്നെ ഈ എൻഡിൻ്റെ പേരാണ് എ, ആ എൻഡിൻ്റെ പേരാണ് സി. ഇത് 2 എൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്തൊരു കോൺസ്റ്റാന്റൻ അല്ലെങ്കിൽ മാൻഗനിൻ്റെ കമ്പി ടെമ്പറായിട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തെന്താണ്? ഈ ലെഫ്റ്റ് ഗ്യാപ്പിൽ എന്തിനെ ഫിറ്റ് ചെയ്യുക? റെസിസ്റ്റൻസ് ബോക്സിനെ ഫിറ്റ് ചെയ്യുക. റൈറ്റ് ഗ്യാപ്പിൽ ആരെ ഫിറ്റ് ചെയ്യുക? അൺനോൺ റെസിസ്റ്റൻസിനെ ഫിറ്റ് ചെയ്യുക. ഇനി ഈ മിഡിലുള്ള കണക്ഷനിൽ നിന്ന് നേരെ ഒരു വയർ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഗാൽനോമീറ്ററിൽ കൊടുക്കുക. ഗാൽനോമീറ്ററിന്റെ മറ്റേ എൻഡിൽ നിന്ന് കണക്ഷൻ എടുക്കുക. എടുത്തുകൊണ്ട് വന്നിട്ട് ജോക്കിയിൽ കൊടുക്കണം. ജോക്കി എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒരു വണ്ണമുള്ള കമ്പിയാണ്. അപ്പം അതിന് എന്ത് കുറവായിരിക്കും? റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതിനെ നമുക്ക് ഈ എ തൊട്ട് സി വരെയുള്ള ഈ മാൻഗനിൻ കമ്പി കൂടെ ഒരച്ചുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് കണക്ഷൻ. ഇനി എക്കും സിക്കും ഇടയ്ക്ക് ഒരു സെല്ല് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഒരു കീ ഉണ്ട്, ആ കീ ഓൺ ചെയ്തിടണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ലാബിൽ ചെല്ലുമ്പോൾ ചെയ്യേണ്ട മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെന്റ്. ഇനി കഥകളിലേക്ക് വരാം. മീറ്റർ ബ്രിഡ്ജിന്റെ വേറൊരു പേരാണ് സ്ലൈഡ് വയർ ബ്രിഡ്ജ്. അത് മീറ്റർ ബ്രിഡ്ജിന് മീറ്റർ ബ്രിഡ്ജ് എന്ന പേര് വന്നതിന്റെ കാരണം എന്താണ്? മീറ്റർ സ്പെല്ലിംഗ് ഉണ്ടോ? METRE എന്നാണ്. മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ നീളമുള്ള ബ്രിഡ്ജാണ്. അപ്പൊ അതിനകത്ത് 1 മീറ്റർ നീളമുള്ള ഒരു റെസിസ്റ്റൻസ് വയറാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. 1 മീറ്റർ നീളമുള്ള കോൺസ്റ്റാന്റൻ അല്ലെങ്കിൽ മാൻഗനിന്റെ റെസിസ്റ്റൻസ് വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഒറിജിനൽ പേര് 1 മീറ്റർ വയർ എന്നാണ്. അപ്പൊ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് 1 മീറ്റർ ബ്രിഡ്ജ് എന്നാണ് സാധനം, മനസ്സിൽ വെച്ചേക്കുക. അപ്പൊ METRE എന്നാണ് സ്പെല്ലിംഗ്. ദെൻ അടുത്തെന്താണ്? സ്ലൈഡ് വയർ ബ്രിഡ്ജ്. അതിന് ആ പേര് വന്നതിന്റെ കാരണം നോക്കൂ, ഈ ജോക്കിയെ അതിൽ കൂടെ എന്ത് ചെയ്യാം? അതിൽ കൂടെ സ്ലൈഡ് ചെയ്തുകൊണ്ട് പോവാം. ആ വയറിൽ കൂടെ സ്ലൈഡ് ചെയ്തുകൊണ്ട് പോവാം. അതുകൊണ്ടാണ് ഈ ബ്രിഡ്ജിന് വേറൊരു പേര് സ്ലൈഡ് വയർ ബ്രിഡ്ജ് എന്ന്. സോ ഇനി ഈ ഉപകരണം ഉപയോഗിക്കുന്ന എന്തിനാണ്? ഒരു കമ്പിയുടെ റെസിസ്റ്റൻസ്, ഒരു അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണിത്. ഓക്കെ, മീറ്റർ ബ്രിഡ്ജിനെ ഞാൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് കമ്പയർ ചെയ്ത് വരയ്ക്കാം. സോ ബിഫോർ ദാറ്റ് ടെൽ മീ അബൌട്ട് മീറ്റർ ബ്രിഡ്ജ്. സോ മീറ്റർ ബ്രിഡ്ജ് it is otherwise known as slide wire bridge. It consists of a uniform resistance wire AC of 1 meter long, usually of constantan or manganin. Then it is arranged between 2 points A and C. There are 2 L-shaped metal strips. In between there is a 3rd rectangular metal strips. There are 2 gaps. In the left gap, what is connected? Resistance box is connected. In the right, what is connected? Unknown resistance is connected. The middle strip is connected to galvanometer and then to a jockey. The jockey can be slided along the wire. Then between A and C, what is connected? A battery is connected. Okay, this is a circuit of meter bridge. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ഇപ്പൊ പറയണം. See, what do you know about meter bridge? So meter bridge consists of a uniform resistance wire of 1 meter long. Meter bridge consists of a uniform resistance wire 1 meter long, arranged between 2 points, kept stretched between 2 points A and C. It is made of constantan or manganin. Then there are 2 L-shaped metal strips. In between there is a rectangular metal strip. There are 2 gaps. Then in the left gap, what is connected? Resistance box is connected. In the right, what is connected? Unknown resistance is connected. The middle strip is connected to galvanometer and then to a jockey. Jockey can be slided along the wire. Then between A and C, what is connected? Battery is connected. Okay, this is about meter bridge. What is the use of meter bridge? It is used to find what?
unknown resistance. It is used to calculate unknown resistance. So നമുക്ക് ലാബിലേക്ക് പോവാം, നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പറയണം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഞാൻ ഈ സാധനത്തിനെ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് വരയ്ക്കാൻ പോവാണ്. ഇപ്പൊ എന്തെങ്കിലും പരിചയമുള്ളതാണോ എന്ന് നോക്കി പറയണം. നമ്മുടെ ഈ വരച്ചിരിക്കുന്ന സാധനത്തിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് വരയ്ക്കാൻ പോവാണ്. നോക്കി പറയണം എവിടെയെങ്കിലും പരിചയമുണ്ടോ. സി, നേരെ നോക്കൂ. വരയ്ക്കുന്ന ആർ. ഓക്കെ, അടുത്ത് എക്സ്. എക്സ്. അടുത്ത് ഇവിടെ LR. ഇവിടെ 100 മൈനസ് L ഇൻറ്റു R. ഓക്കെ, ബാക്കി ഞാൻ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. സോ ലിസൺ പ്രോപ്പർലി. ഇതൊരു കമ്പിയല്ലേ? ഈ കമ്പിയുടെ 1 സെന്റിമീറ്റർ ഹാസ് റെസിസ്റ്റൻസ് R ohm. ഓക്കെ, 1 മീറ്റർ 1 സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാ? R ohm ആണ്. അപ്പൊ ഞാനേ ഈ ജോക്കി ഇവിടുന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. ഇതെല്ലാം സെറ്റ് ചെയ്തു. ജോക്കിയെ എൻ്റെ എയിൽ കൊണ്ടുവന്ന് തൊട്ടു. ജോക്കിയെ എൻ്റെ എയിൽ കൊണ്ടുവന്ന് തൊട്ടു. എൻ്റെ എയിൽ കൊണ്ടുവന്ന് തൊടുമ്പം ഗാൽനോമീറ്റർ കണ്ടിട്ടുണ്ടോ? ഗാൽനോമീറ്റർ ഇതാ ഇങ്ങനെ ഇരിക്കും. എൻ്റെ പോയിന്റർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ 0 മിഡിലാണ്. ഇനി അപ്പൊ ഗാൽനോമീറ്റർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഗാൽനോമീറ്റർ എന്തിനാണ് ഇങ്ങനെ പോയിന്റർ വെച്ചിരിക്കുന്നത്? ഗാൽനോമീറ്ററിന്റെ പോയിന്റർ എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഒരു സൈഡിൽ വെച്ചിരുന്നാൽ പോരെ, ഇങ്ങനെ ഇരുന്നാൽ പോരെ. അമ്മീറ്റർ വോൾട്ട് മീറ്റർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഗാൽനോമീറ്റർ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഗാൽനോമീറ്ററിന്റെ യൂസ് എന്താ? ഗാൽനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ഫീബിൾ കറൻസ്. ഫീബിൾ ആയിട്ടുള്ള കറൻസിനെ മെഷർ ചെയ്യാനുള്ള ഡിവൈസിന്റെ പേരാണ് ഗാൽനോമീറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഈ ഡിവൈസ് ഉപയോഗിക്കും. അപ്പൊ ഗാൽനോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ്? ഫീബിൾ ആയിട്ടുള്ള കറണ്ട് ഉണ്ടോ എന്ന് നോക്കാനും ആ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ ഇരുന്നാലേ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. ഒരു ഡയറക്ഷനിൽ കറണ്ട് വരുമ്പോൾ അത് ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് വരുമ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. അല്ലേ? അല്ലാതെ ഇങ്ങനെ ഇരുന്നാൽ അത് ഡിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങോട്ട് നോക്കിയിട്ട് കറണ്ടിന്റെ ഡയറക്ഷൻ പറയാൻ പറ്റില്ല. അപ്പൊ നടുക്കിരുന്നാൽ ഗാൽനോമീറ്ററിന്റെ പോയിന്റർ ഇങ്ങോട്ട് കാണിക്കുന്നു. അപ്പോൾ മനസ്സിലായി ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് കറണ്ട് വന്നത്. ഇനി ഗാൽനോമീറ്ററിന്റെ പോയിന്റർ ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്തു. അപ്പോൾ മനസ്സിലാവും കറണ്ട് ഓപ്പോസിറ്റ് ആയി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഗാൽനോമീറ്റർ? Galvanometer is used to detect feeble currents. It is used to find direction of current. Galvanometer is used to detect feeble currents. It is used to find direction of current. So listen properly. See, this is constant and wire. 1 centimeter has a resistance R ohm. So listen here. Shall we start the experiment? അപ്പോൾ എക്സ്പെരിമെന്റ് തുടങ്ങാൻ പോകുന്നു. നമ്മുടെ ബാറ്ററി ഇവിടെ റെസിസ്റ്റൻസ് ബോക്സിൽ ഒരു 1 ohm ഇടുക. റെസിസ്റ്റൻസ് ബോക്സിൽ ഒരു 1 ohm ഊരുക. റെസിസ്റ്റൻസ് ബോക്സിൽ 1 ohm ഊരുക. അപ്പൊ പ്ലഗ് കുത്തിയിരിക്കുന്ന ഊരുക. 1 എന്നെഴുതിയിരിക്കുന്നത് ഊരി മാറ്റുക. അപ്പൊ സർക്യൂട്ടിൽ 1 ohm വരും. ഇനി 1ന്റെ അപ്പുറത്ത് വീണ്ടും ഒരു 1 കൂടെ ഊരിയാലോ? 1 + 1 ആയി. എത്രയായി? 2 ആയി. ഇനി ഒരു 2 കൂടെ ഊരിയാലോ? 1 + 1 + 2 ആയി. ഇനി ഒരു 3 കൂടെ ഊരിയാലോ? 1 + 1 + 2 + 3 ആയി. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചോണം. ഓരോന്ന് ഊരുമ്പോഴും സർക്യൂട്ടിൽ അത്രയും കൂടെ റെസിസ്റ്റൻസ് ആഡ് ആവും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ അതിനകത്ത് ഒരു കീ മാത്രമേ ഊരിയിട്ടിട്ടുള്ളൂ, 1 ohmന്റെ. അപ്പൊ സർക്യൂട്ടിലെ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? 1 ohm ആണ്. ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ സർക്യൂട്ടിലെ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് എത്ര? 1 ohm. ഇനി ഇതെന്താണ്? അൺനോൺ റെസിസ്റ്റൻസ്. അതവിടെ ഇരിപ്പുണ്ട്. ഇനി ബാറ്ററി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഗാൽവനോമീറ്റർ ഇവിടെ ഉണ്ട്. ജോക്കി കൊണ്ടുവന്നിട്ട് എൻ്റെ എയിൽ തൊടുക, എൻ്റെ സിയിൽ തൊടുക. എൻ്റെ എയിലും സിയിലും തൊടുമ്പം ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻസ് ഓപ്പോസിറ്റ് ആണെങ്കിൽ കണക്ഷൻ എല്ലാം കറക്റ്റ് ആണ്. ലിസൺ പ്രോപ്പർലി. ഇത് വെറും സിമ്പിൾ സംഭവമാണ്. ഒരു പുണ്ണാക്കും ഇല്ല. നിങ്ങൾ അതിനെ ഇല്ലാതാക്കാതിരുന്നാൽ മതി. നിങ്ങൾക്ക് മീറ്റർ ബ്രിഡ്ജ് എങ്ങനെ ഇരിക്കുമെന്നെങ്കിലും അറിയാമോ? അറിയാം. മീറ്റർ ബ്രിഡ്ജിന്റെ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് ലാബിൽ. സർക്യൂട്ട് ഡയഗ്രാം കറക്റ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്യാം. അപ്പൊ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചെക്ക് ചെയ്യും? നമ്മുടെ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് ഒരു 1 ohm ഊരുക. എന്നിട്ട് ജോക്കി കൊണ്ടുവന്ന് എൻ്റെ എയിലും തൊടുക, എൻ്റെ സിയിലും തൊടുക. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എ തൊട്ടപ്പോൾ ഇങ്ങോട്ട് പോയി, സി തൊട്ടപ്പോൾ ഇങ്ങോട്ട് പോയി. അപ്പൊ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ കണക്ഷൻസ് എല്ലാം കറക്റ്റ് ആണ്. അല്ലെങ്കിൽ എന്തായി? ഗോവിന്ദയായി. അപ്പൊ ഓർത്ത് വെച്ചോണം. അപ്പോൾ ഹൗ വിൽ യു ഐഡന്റിഫൈ ദാറ്റ് യു ആർ എ ഗോവിന്ദൻ? സി നോക്കുക, അപ്പുറത്ത് വെച്ചപ്പോഴും അങ്ങോട്ട് തന്നെ, ഇപ്പുറത്ത് വെച്ചപ്പോഴും അങ്ങോട്ട് തന്നെ. അപ്പൊ ഗോവിന്ദയായി. അപ്പൊ ഓർത്ത് വയ്ക്കുക, രണ്ട് എയിൽ വെക്കുമ്പോഴും സിയിൽ വെക്കുമ്പോഴും ജോക്കി കൊണ്ടുവന്ന് തൊടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം?
ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻസ് ഓപ്പോസിറ്റ് ആയാലേ കണക്ഷൻ എല്ലാം കറക്റ്റ് ആവും. അപ്പൊ എങ്ങനെയാണ്? സി നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് പറയൂ, സ്റ്റാർട്ടിംഗ് സെക്ഷൻ പറയൂ. മീറ്റർ ബ്രിഡ്ജ് കൺസിസ്റ്റ് ഓഫ് എ യൂണിഫോം റെസിസ്റ്റൻസ് വയർ AC of 1 meter long. It is kept stretched between 2 points A and C. Then there are 2 L-shaped metal strips at 2 ends. Then in between there is a third rectangular metal strip. There are 2 gaps. In the left gap, what is connected? Resistance box is connected. In the right, what is connected? Unknown resistance is connected. The middle strip is connected to galvanometer and then to a jockey. What is a jockey? A conductor with more thickness, work as a jockey. Then what is this? This is a battery. Then how will you check your circuit? Take 1 ohm from resistance box. Take 1 ohm from resistance box. Then press your jockey at end A and C. If the galvanometer deflections are opposite, connections are correct. Tell me, take 1 ohm from resistance box, press jockey at end A and C. If galvanometer deflections are opposite, connections are correct. Tell me, say, take 1 ohm from resistance box, press the jockey at end A and C. If galvanometer deflections are opposite, connections are correct. No problem. Now, see, ഇപ്പോൾ ഇതിനകത്ത് 1 ohm ആണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ ജോക്കിയെ ഞാൻ ഇങ്ങറ്റത്താണ് കൊണ്ടുവന്ന് തൊടുന്നത്. ഓക്കെ, എവിടെ? ഈ എൻ്റെ എയിൽ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നിരക്കിക്കൊണ്ട് പോകുന്നു. ജോക്കിയെ നിരക്കിക്കൊണ്ട് പോയി ഇവിടെ എത്തി, ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ഓക്കെ, ഈ പോയിന്റിനെ ജെ എന്ന് വിളിക്കാം. ഇപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഗാൽവനോമീറ്റർ 0 ആണെന്നാണ് കണ്ടത്. ഗാൽവനോമീറ്റർ എത്ര കണ്ടു? 0. ഗാൽവനോമീറ്റർ 0 കണ്ടാൽ, നേരത്തെ ഞാനൊരു വീറ്റ്സ്റ്റോൺസ് നെറ്റ്വർക്കിന്റെ കാര്യം പറഞ്ഞതാണ്. ഗാൽവനോമീറ്റർ 0 കണ്ടാൽ ബ്രിഡ്ജ് എന്തായി എന്ന് പറയാം? ബാലൻസ്ഡ് ആയി എന്ന് പറയാം. എന്താ എന്ന് പറയാം? ബാലൻസ്ഡ് ആയി എന്ന് പറയാം. അവിടെ ഇരിക്കട്ടെ. അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ട് ഒരയ്ക്കുകയാണ് നിങ്ങൾ ചെയ്ത്? എൻ്റെ എയിൽ നിന്ന് ഇങ്ങോട്ട് ഒരയ്ക്കുകയാണ് ചെയ്ത്. ഒരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പോയിന്റിൽ എത്തിയപ്പോൾ ഗാൽവനോമീറ്റർ എത്ര കാണിച്ചു? 0 കാണിച്ചു. ഇവിടെ നിന്ന് ഇതുവരെ L സെന്റിമീറ്റർ ഉണ്ട്. എത്രയാ? L സെന്റിമീറ്റർ. മൊത്തം 100 സെന്റിമീറ്റർ അല്ലേ? 1 മീറ്റർ അല്ലേ? അപ്പൊ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെ L സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നിന്ന് അതുവരെ എത്ര? 100 മൈനസ് L സെന്റിമീറ്റർ ഉണ്ട്. ഇത്രയും മനസ്സിലായ? അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെ L സെന്റിമീറ്റർ. അപ്പൊ ബാക്കി എത്ര? 100 മൈനസ് L സെന്റിമീറ്റർ. ഇവിടെ 1 സെന്റിമീറ്ററിന് എത്ര ഓം ആണ്? 6 ഓം അല്ലേ? അപ്പൊ 2 സെന്റിമീറ്ററിന് എത്ര? 2R അല്ലേ? 3 സെന്റിമീറ്റർ എത്ര? 3R. അങ്ങനെയാണെങ്കിൽ L സെന്റിമീറ്ററിന് എത്ര റെസിസ്റ്റൻസ്? ഇവിടെ നിന്ന് ഇതുവരെ L സെന്റിമീറ്റർ ആണ്. L സെന്റിമീറ്ററിന് എത്ര റെസിസ്റ്റൻസ്? LR ഓം. എത്ര ഓം? LR ഓം. അപ്പൊ 100 മൈനസ് L സെന്റിമീറ്ററിന് എത്ര? 100 മൈനസ് L ഇൻറ്റു R ഓം. ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാൻ ഒന്നുകൂടെ ചോദിക്കുമ്പോൾ ആൻസർ പറയണം. സേ നമ്മുടെ ഇവിടെ ഗാൽവനോമീറ്റർ ജോക്കി എവിടെ നിന്നാണ് നീക്കിയത്? എൻ്റെ എയിൽ നിന്നാണ് നീക്കിക്കൊണ്ടുപോയത്. എൻ്റെ എയിൽ നിന്ന് സിയിലോട്ട് നിരക്കിക്കൊണ്ടുപോവാണ് നിങ്ങൾ. ഈ പോയിന്റിൽ എത്തിയപ്പോൾ ഗാൽവനോമീറ്റർ എത്ര കാണിച്ചു? 0 കാണിച്ചു. നിങ്ങളുടെ ബ്രിഡ്ജ് എന്തായി എന്ന് പറയും? ബാലൻസ്ഡ് ആയി എന്ന് പറയും. അപ്പൊ നിങ്ങളുടെ ബ്രിഡ്ജ് ഇപ്പൊ ബാലൻസ്ഡ് ആയി. അപ്പൊ ഗാൽവനോമീറ്റർ 0 കാണിക്കുന്നു. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് L സെന്റിമീറ്റർ ആണ്. മൊത്തം 100 സെന്റിമീറ്റർ ആയതുകൊണ്ട് J തൊട്ട് C വരെ എത്രയുണ്ട്? 100 മൈനസ് L സെന്റിമീറ്റർ ഉണ്ട്. ഇതുവരെ മനസ്സിലായി. 1 സെന്റിമീറ്ററിന് എത്ര ഓം? 6 ഓം. അങ്ങനെയാണെങ്കിൽ 2 സെന്റിമീറ്ററിന് എത്ര ഓം? 2R ഓം. 3 സെന്റിമീറ്ററിന് 3R ഓം. 5 സെന്റിമീറ്ററിന് 5R. അങ്ങനെയാണെങ്കിൽ L സെന്റിമീറ്ററിന് LR ഓം. അപ്പൊ ഇത് LR ഓം ആണ്. അപ്പൊ A തൊട്ട് J വരെയുള്ള കമ്പിയുടെ റെസിസ്റ്റൻസ് എത്ര? LR ഓം. അപ്പൊ J തൊട്ട് C വരെയുള്ള കമ്പിയുടെ റെസിസ്റ്റൻസ് എത്ര? 100 മൈനസ് L ഇൻറ്റു R ഓം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി സൂക്ഷിച്ച് നോക്കി കാര്യങ്ങൾ പറയണം എനിക്ക്. നമ്മുടെ ഇവിടെ ഒരു മെറ്റൽ സ്ട്രിപ്പ് ഇരിക്കുന്നുണ്ടോ? മെറ്റൽ സ്ട്രിപ്പിന് നല്ല വീതി ഉണ്ടാവും, നല്ല വിഡ്ത്ത് ഉണ്ടാവും. ഇത്രയും വിഡ്ത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് റെസിസ്റ്റൻസ് കുറയ്ക്കാനാണ്. അപ്പൊ ഈ സാധനത്തിന്റെ റെസിസ്റ്റൻസ് 0 എന്നാണ് നമ്മുടെ അസംഷൻ. ഈ സാധനത്തിന്റെ റെസിസ്റ്റൻസ് ആൾമോസ്റ്റ് 0. ഇവിടുത്തെ റെസിസ്റ്റൻസ് ആൾമോസ്റ്റ് 0. അപ്പൊ അത്രയ്ക്ക് വണ്ണത്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. ശരി ലിസൺ, വാട്ട് ഈസ് ദിസ്? R resistance in the resistance box. What is this? X unknown resistance. What is this? LR ohm another resistance. This is the fourth resistor. 100 minus L into R. അതല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത്? R X ഇത് LR ഇതെന്താണ്? 100 മൈനസ് L into R. ഓക്കെ, ഇനി നിങ്ങൾ നോക്കണം. ഈ ആറിന്റെ എൻഡും ഈ LRന്റെ എൻഡും ഇതിലല്ലേ വന്ന് ചേർന്നിരിക്കുന്നത്? അപ്പൊ ഇത് രണ്ടും വന്നിരിക്കുന്നത്. അപ്പൊ ആറിന്റെ എൻഡ് വന്നിരിക്കുന്നത് എയിലാണ്, LRന്റെ എൻഡ് എയിലാണ്. അപ്പോ ആറിന്റെയും LRന്റെയും എൻഡ് വന്നിരിക്കുന്നത് എയിലാണ്. അപ്പൊ ഈ പോയിന്റിന്റെ പേരാണ് എ. ഇനി അടുത്ത നോക്കണം.
എക്സിന്റെ എൻഡും 100 മൈനസ് എൽ ഇൻറ്റു ആറിന്റെ എൻഡും വന്നിരിക്കുന്നത് സിയിലാണ്. ഒന്നുകൂടെ, എക്സിന്റെ എൻഡും എക്സ് ഇവിടെ റെസിസ്റ്റൻസ് ഇല്ല, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ എക്സിന്റെ എൻഡും അടുത്ത 100 മൈനസ് എൽ ഇൻറ്റു ആറിന്റെ എൻഡും വന്നിരിക്കുന്നത് സിയിലാണ്. ഇതിന്റെ രണ്ടിന്റെ എൻഡ് വന്നിരിക്കുന്നത് സിയിലാണ്. ഓക്കെ, ഈ പോയിന്റിന്റെ പേരാണ് സി. ഇനി അടുത്തത് നോക്കൂ, ആറിന്റെ എൻഡും എക്സിന്റെ എൻഡും ചേർത്തിട്ടുണ്ട്. ആ പോയിന്റ് ആണ് ഇത്. അപ്പോ ആറിന്റെ എൻഡും എക്സിന്റെ എൻഡും ചേർത്തിട്ടുണ്ട്. ഈ പോയിന്റ് ആണ് ഇത്. ഓക്കെ, ഇനി അടുത്ത അവിടെ നിന്നൊരു ഗാൽനോമീറ്റർ ഉണ്ട്. ഓക്കെ, ഈ ഗാൽനോമീറ്ററിന്റെ അറ്റത്ത് ജോക്കി ഇരിക്കുന്നത് എല്ലാറും 100 മൈനസ് എല്ലാറും ചേരുന്ന സ്ഥലത്താണ്. അപ്പോൾ എല്ലാറും 100 മൈനസ് എല്ലാറും ചേരുന്ന ഈ സ്ഥലത്താണ് ഇതിന്റെ ബാക്കി ജോക്കി ഒന്ന് ചേരുന്നത്. ഇനി എ ഇന്നൊരു കണക്ഷൻ ബാറ്ററിയിലേക്ക്, അടുത്ത സി എന്നൊരു കണക്ഷൻ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക്. ഇത് എവിടെയെങ്കിലും പരിചയമുണ്ടോ ഈ സാധനത്തിന്? ഇത് നമ്മുടെ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് തന്നെയല്ലേ? അപ്പൊ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് തന്നെയാണ് സാധനം. ഇനി നിങ്ങൾക്ക് അൺനോൺ റെസിസ്റ്റൻസ് കാണാൻ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? നമ്മൾ അവിടെ പഠിച്ച സാധനം ഒന്നുകിൽ ഹൊറിസോണ്ടലി പറയുക അല്ലെങ്കിൽ വെർട്ടിക്കലി പറയുക. നിങ്ങൾ തന്നെ പറ, ആർ ബൈ എക്സ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എക്സ് ബൈ ആർ എന്ന് എഴുതട്ടെ, അതായത് കുറച്ചുകൂടെ സൗകര്യമാണ്. എക്സ് ബൈ ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ബൈ ആർ. അപ്പൊ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് തന്നെ രണ്ടും പറയണം. എക്സ് ബൈ ആർ ഈക്വൽ ടു 100 മൈനസ് എൽ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എൽ ആർ. ഏതൊക്കെ വെട്ടി? 6 വെട്ടി. ബാക്കി പറയൂ. എക്സ് ബൈ ആർ ഈസ് ഈക്വൽ ടു 100 മൈനസ് എൽ ഡിവൈഡഡ് ബൈ എൽ എന്നായി. ഇനി ക്രോസ് ചെയ്യുക. ഇതിന്ന് എക്സ് എന്താന്ന് പറയൂ സ്ട്രൈറ്റ് ആയിട്ട്. 100 മൈനസ് എൽ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എൽ എന്നല്ലേ? അപ്പോൾ എന്തിൻ്റെ ആൻസർ കിട്ടി? അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടി. അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര? 100 മൈനസ് എൽ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എൽ എന്നാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച്, വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ആര് വർക്ക് ചെയ്യുന്നു? മീറ്റർ ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നു. അതുപയോഗിച്ച് നിങ്ങളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചതാണ് ഇപ്പോൾ കണ്ടത്? അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചതാണ് ഇപ്പോൾ കണ്ടത്. നിങ്ങൾ ലാബിൽ പോയി ചെയ്യേണ്ട എക്സ്പെരിമെന്റ് ആണെന്നുള്ള ബോധത്തോടെ ഇരിക്കണം. ഇനി ലാബിൽ നമ്മൾ ചെല്ലുമ്പം നോക്കൂ, അടുത്ത ട്രയൽ നമ്പർ ഒരുപാടെണ്ണം ചെയ്യും. 5 ട്രയൽ എടുക്കൂലേ? ട്രയൽ നമ്പർ 2 ഇവിടെ 2 ഓമിറ്റ് ചെയ്യുക, അടുത്ത 3 ഓമിറ്റ് ചെയ്യുക, 4 ഓമിറ്റ് ചെയ്യുക, 5 ഓമിറ്റ് ചെയ്യുക. അപ്പൊ എത്ര ട്രയലായി? 5 ട്രയലായി. തീർന്നില്ല, അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്ടേ, ഇത്രയും നേരം ഇവിടെ ആരായിരുന്നു? 6 ആയിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾ ജോക്കി എവിടെ നിന്നാണ് മൂവ് ചെയ്യാൻ തുടങ്ങിയത്? എ നിന്നാണ് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ എ തൊട്ട് ജെ വരെയുള്ള ലെങ്ത് ആണ് എന്തെടുക്കേണ്ടത്? എൽ എന്നെടുക്കേണ്ടത് അല്ലേ? ഇനി നമ്മൾ ഇവനെ എവിടെ നിന്ന് മാറ്റുക? ഇവനെ എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്യുക, ഇവനെ എവിടെയും ഫിറ്റ് ചെയ്യുക, റെസിസ്റ്റൻസ് ബോക്സ് ഇവിടെയും ഫിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ട്രയൽ നമ്പർ 1 ചെയ്യാൻ പോവാണ്. ഇവനെന്ന് 1 ഓം ഊരുക. എന്നിട്ട് ജോക്കി എവിടെ നിന്ന് മൂവ് ചെയ്യണം പറയാമോ? ജോക്കി മൂവ് ചെയ്യേണ്ടത് എ എന്നല്ല, ജോക്കി മൂവ് ചെയ്യിപ്പിക്കേണ്ടത് അപ്പുറത്ത് നിന്നാണ്. എവിടെ നിന്നാണ്? സി എന്ന് മൂവ് ചെയ്യിപ്പിക്കണം. അപ്പൊ ജോക്കിയെ സി എന്ന് മൂവ് ചെയ്യിപ്പിക്കണം. അപ്പോ ഗാൽനോമീറ്റർ ജോക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പൊ ഈ ലെങ്ത് ആണ് എൽ. ഇവിടെ നിന്ന് ബാക്കി എത്ര? 100 മൈനസ് എൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസ് എൽ ആർ, ഇതിന്റെ എത്ര? 100 മൈനസ് എൽ ഇൻറ്റു ആർ. ഇനി മാറ്റം വല്ലതും ഉണ്ടോ? നിങ്ങൾ തന്നെ പറയൂ. എക്സ് ബൈ ആർ ഈസ് ഈക്വൽ ടു എന്ത് തന്നെ? 100 മൈനസ് എൽ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എൽ ആർ. നേരത്തെ ഉള്ള അതേ ഇക്വേഷനിലേക്ക് ഇട്ടു, അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 100 മൈനസ് എൽ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എൽ എന്ന ആൻസർ കിട്ടും. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? അപ്പൊ നമ്മൾ ഇവിടെ എത്ര ട്രയൽ എടുക്കണം? ലാബിൽ 10 ട്രയൽ എടുക്കണം. എങ്ങനെയാണ്? ആദ്യത്തെ കേസിൽ 6 ലെഫ്റ്റിലിട്ട് 5 ട്രയൽ, 6 റൈറ്റിലിട്ട് 5 ട്രയൽ. അപ്പം എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് എടുക്കുക. സി യു വിൽ ഗെറ്റ് ദ ആവറേജ് വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ്. ദിസ് ഡിവൈസ് ഈസ് കോൾഡ് മീറ്റർ ബ്രിഡ്ജ്. അപ്പം ഞാൻ ഫുള്ളായിട്ടും ഒന്നുകൂടെ പറയുന്നു, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, ആൻസറുകളും പറയണം. പറയൂ. ഗീവ് അനദർ നെയിം ഫോർ മീറ്റർ ബ്രിഡ്ജ്. സ്ലൈഡ് വയർ ബ്രിഡ്ജ്. ദെൻ വാട്ട് ഡു യു നോ അബൌട്ട് സ്ലൈഡ് വയർ ബ്രിഡ്ജ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് a uniform resistance wire 1 meter long. It is made of constantan or manganese. It is kept stretched between 2 points A and C. Then how many L-shaped metal strips are there? 2. One at left end, one at right end. In between there is a rectangular metal strip. Okay, how many gaps are there? 2 gaps. What is connected in the left gap? Resistance box is connected in the left gap. Am I right? So resistance box is connected in the left gap.
then unknown resistance is connected in the right gap. Then what is the next? See, a battery is connected between A and C. The middle strip is connected to what? Galvanometer, and then to a jockey. Jockey can be slided along the wire. Then baki kadal parayu. See, a suitable resistance, say 1 ohm, is taken from resistance box. Then jockey is moved from end A at a particular point J. Galvanometer shows 0. The bridge is balanced. The length AJ is taken as L. Then the length JC is taken as 100 minus L centimeter. Am I right? Resistance of 1 centimeter is R ohm. So resistance of L centimeter will be LR ohm. Then resistance of 100 minus L centimeter is 100 minus L into R ohm. No problem. So the bridge reduces to a Wheatstone's bridge. The bridge reduces to a Wheatstone's bridge. Then see, by the principle of Wheatstone, see, how can you explain X by R equal to 100 minus L into R by LR? On rearranging, you can get the value of X. What is X? X is equal to 100 minus L into R divided by L. Okay. Then experiment is repeated for different values of R. Then experiment is also repeated by interchanging R and X in gaps. If R is in left gap, balancing length is taken from end A. Then if R is in right gap, balancing length is taken from end C. അങ്ങനെ നിയമമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ഒരു സൗകര്യത്തിനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എക്സ് ലെഫ്റ്റിലിട്ടാണ് നിങ്ങൾ എല്ലാം ഇവിടെ എടുക്കുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ. Shall I explain the whole things once again? Tell me, what do you know about meter bridge? Meter bridge is otherwise known as slide wire bridge. Then why it is called slide wire bridge? Because in this we slide a jockey over a uniform resistance wire. Then why it is called meter bridge? Because it consists of a uniform wire of 1 meter long. Then so what do you know about meter bridge? Meter bridge consists of a uniform resistance wire of 1 meter long. Then it is made of constant or manganese. It is kept stretched between 2 points A and C on a wooden board. There are 2 metal strips, L-shaped metal strips, one at left end and one at right end. In between there are there is a rectangular metal strip. There are 2 gaps. In the left gap, resistance box is connected. In the right gap, what is connected? Unknown resistance is connected. Then see, from the middle strip, what is connected? Galvanometer is connected. Then the other end is connected to a jockey. Jockey can be slided along the wire. Then between A and C, a battery is connected. Then see, with a suitable resistance in resistance box, the jockey is pressed at end A and C. If galvanometer deflections are opposite, connections are correct. Then with 1 ohm in the resistance box, the jockey is moved from end A. At a particular point J, galvanometer shows 0, bridge is balanced. Then the length AJ is taken as L centimeter. The remaining length JC will be 100 minus L centimeter. Resistance of 1 centimeter is taken as R ohm. So resistance of L centimeter will be LR ohm. Resistance of remaining part will be 100 minus L into R ohm. Then the bridge reduces to a Wheatstone's bridge. Then by the principle of Wheatstone, you can write X by R equal to 100 minus L into R by LR. So on rearranging, you can get the value of X. Then experiment is repeated for different R values. Then experiment is also repeated by interchanging R and X in gaps. If R is in left gap, balancing length is taken from end A. If R is in right gap, balancing length is taken from right end. Am I right? Tell me. See, what is the use of? I will ask the questions. See, why meter bridge is called meter bridge? Because it consists of a uniform resistance wire of 1 meter long. Then what is the material of the wire? Constant or manganese. Then give another name for meter bridge: slide wire bridge. Then the wire AC is kept stretched between 2 points A and C on wooden board. Then how many L-shaped metal strips are there? 2 at 2 ends. In between, a rectangular metal strip. How many gaps? 2 gaps. In the left gap, resistance box. In the right gap, unknown resistance. Middle strip connected to galvanometer, then jockey.
Then between A and C, what? Battery. Then what is the next? Take a suitable resistance from resistance box. Then press the jockey at end A and C. If galvanometer deflections are opposite, connections are correct. Then with 1 ohm in the resistance box, move the jockey from end A. At a particular point J, galvanometer shows 0. Bridge is balanced. The length AJ is L centimeter. The length JC will be 100 minus L centimeter. Resistance of 1 centimeter, R ohm. So resistance of L centimeter, LR ohm. Then resistance of 100 minus L centimeter, 100 minus L into R ohm. The bridge reduces to a Wheatstone's bridge. Then by the principle of Wheatstone, you can write X by R equal to 100 minus L into R divided by LR. So on rearranging, you can calculate the value of X. X is equal to 100 minus L into R divided by L. Okay. How will you repeat the experiment? The experiment is repeated for different R values. Experiment is also repeated by interchanging R and X in gaps. If R is in left gap, balancing length is taken from end A. If R is in right gap, balancing length is taken from end C. Okay. Any problem? ബുദ്ധിമുട്ടായിട്ട് വല്ലതും തോന്നിയോ? അടുത്തേക്ക് പോവാം. ഇനി നിങ്ങളൊരു കാര്യം പറയണം. സൊല്യൂഷൻ, ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ എക്സ് ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. എക്സ് ഇവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്, ആർ ഇവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഫിറ്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ആദ്യമേ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്? ഇനി എക്സ് ലെഫ്റ്റ് ഗ്യാപ്പിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ബാലൻസിങ് ലെങ്ത് ഞാൻ എ ഇന്ന് എടുക്കുന്നുള്ളൂ എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എൽ ആക്കി 100 മൈനസ് എൽ, ഇത് LR, അത് 100 മൈനസ് എൽ ഇൻറ്റു ആർ. ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. എക്സ് ബൈ ആറിൻ്റെ ആൻസർ പറയൂ. എക്സ് ബൈ ആർ ഈസ് ഈക്വൽ ടു പറയൂ LR ബൈ 100 മൈനസ് എൽ ഇൻറ്റു ആർ. ആർ ക്യാൻസൽ, ബാക്കി പറയും. എക്സ് ഈസ് ഈക്വൽ ടു RL ബൈ 100 മൈനസ് എൽ എന്ന ആൻസർ വരില്ലേ? അപ്പോൾ എക്സ് കാണാൻ നേരത്തെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ അതല്ലേ? അതാണോ ഇപ്പൊ കിട്ടിയത്? അല്ല. അപ്പൊ ആ എക്സ് കാണാൻ വേണ്ടി ഫിക്സഡ് ഇക്വേഷൻ ഒന്നുമില്ല. നമ്മൾ എവിടെ ഏത് ഫിറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് ഇക്വേഷൻ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കേസിൽ എക്സ് ഇവിടെ ഫിറ്റ് ചെയ്തു, ആർ ഇവിടെ ഫിറ്റ് ചെയ്തു. ഞാൻ ബാലൻസിംഗ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് എൻ്റെ എ എന്നാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം ഞാൻ എൽ എന്നെടുക്കും. അപ്പൊ ഈ റെസിസ്റ്റൻസ് LR, ബാക്കി 100 മൈനസ് എൽ ഇൻറ്റു ആർ എന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇതേ വരൂ. നിങ്ങൾ അവിടെ റിസർച്ച് ഒന്നും നടത്തരുത്. ഇവിടെ ഇതേ ബൈ ഇതേ ഈക്വൽ ടു ഇതേ ബൈ ഇത് എന്ന് മാത്രം ചിന്തിക്കുക. എന്നിട്ട് അതിൽ നിന്ന് അൺനോൺ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. ഇപ്പൊ നിങ്ങൾ പറയൂ എക്സ് ബൈ ആർ ഈക്വൽ ടു പറയൂ LR ബൈ 100 മൈനസ് എൽ ഇൻറ്റു ആർ. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ടുപോകൂലേ? അങ്ങനെ ചിന്തിക്കാവൂ, അല്ലാതെ ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. ഇനി ലാബിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർമ്മിക്കാനുള്ളത്, നിങ്ങളുടെ മീറ്റർ ബ്രിഡ്ജ് എപ്പോഴാണ് മോസ്റ്റ് സെൻസിറ്റീവ് ആകുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചു? നിങ്ങളുടെ മീറ്റർ ബ്രിഡ്ജ് ഏറ്റവും സെൻസിറ്റീവ് ആവുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ ഈ 4 റെസിസ്റ്ററുകൾ ഈക്വൽ ആവുമ്പോൾ. ഈ 4 റെസിസ്റ്ററുകളില്ലേ, ഈ റെസിസ്റ്ററുകൾ 4 സെയിം ഓർഡറിലാവുമ്പം, അല്ലെങ്കിൽ ഈക്വൽ ആവുമ്പോൾ എന്ന് പറഞ്ഞാലും മതി. ഈക്വൽ ആവുമ്പോഴാണ് നിങ്ങളുടെ മീറ്റർ ബ്രിഡ്ജ് മോസ്റ്റ് സെൻസിറ്റീവ്. സോ വെൻ ഈസ് യുവർ മീറ്റർ ബ്രിഡ്ജ് മോസ്റ്റ് സെൻസിറ്റീവ്? വെൻ 4 റെസിസ്റ്റേഴ്സ് ആർ ഈക്വൽ, വെൻ ഓൾ ദ റെസിസ്റ്റേഴ്സ് ആർ ഈക്വൽ, യുവർ മീറ്റർ ബ്രിഡ്ജ് ഈസ് മോസ്റ്റ് സെൻസിറ്റീവ്. അപ്പം നിങ്ങളുടെ മീറ്റർ ബ്രിഡ്ജ് മോസ്റ്റ് സെൻസിറ്റീവ് ആകുകയാണ്. ഞാനിനി ഒരു കാര്യം ചോദിക്കാൻ പോകുന്നു. ശ്രദ്ധിച്ച് ആൻസർ പറയണം. നന്നായിട്ട് ആലോചിച്ച് ആൻസർ പറയാവൂ. ഞാൻ ഇതേമാതിരിയാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ലാബിൽ പോയി എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്. ശ്രദ്ധിച്ച് ആൻസർ പറയണം. ഇവിടെ എക്സ്, ഇവിടെ ആർ. ഇനി നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് വയർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. 50 മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇതാണ്. ഞാനിവിടെ ജോക്കിയെ കറക്റ്റ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ജോക്കി ഇവിടെ വെച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുക? ജോക്കി ഇവിടെ വെച്ചാൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നിങ്ങൾ പറ. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് എത്ര? എൽ. ഓക്കെ, എൽ എത്രയാ? 50. ഇനി ബാക്കി ഇവിടെ നിന്ന് ഇതുവരെയുള്ളത് എത്ര? 100 മൈനസ് എൽ. അതിന്റെ ആൻസർ എത്ര തന്നെ? 50. അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെയുള്ള റെസിസ്റ്റൻസും ഇവിടെ നിന്ന് ഇവിടെയുള്ള റെസിസ്റ്റൻസും എന്തായി? ഈക്വൽ ആയി. അപ്പോഴേ ഞാൻ പറയാം, ആലോചിച്ച് പറയണം. നമ്മുടെ ഇവിടെ നമ്മൾ പഠിച്ച പരിപാടി ഓർമ്മയുണ്ടോ? ഇതേ ബൈ ഇത് ഈക്വൽ ടു എക്സ് ബൈ ആർ ഈക്വൽ ടു ആണ് എന്തിന്? ഇതേ ബൈ അതിന്. ഇതെത്രയാ? 50. 50R ബൈ 50R അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോകൂലേ?
വെട്ടിപ്പോയി. അപ്പൊ എന്തായി? x/r = 1 എന്നായില്ലേ? അപ്പൊ ഇതെടുത്ത് അവിടെ വെച്ചാൽ x = r എന്ന് കിട്ടില്ലേ? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾ അന്തം വിട്ടിരിക്കുകയാണ്. വരളാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല ഞാനിവിടെ. എന്താണ് എടാ നോക്ക് ആദ്യത്തെ, ഇവിടെ എക്സ് ഇവിടെ ഉണ്ട്, അവിടെ ആറുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഗാൽനോമീറ്ററിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ജോക്കി കറക്റ്റ് 50 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിൽ വെച്ചിരിക്കുകയാണ്. ലാബിൽ പോയി ഞാൻ ചെയ്തതാണ്. അപ്പൊ 50 വെച്ചിരിക്കുകയാണ്. 50 വെച്ചപ്പോഴത്തേക്ക് എന്താണ്? ഗാൽനോമീറ്റർ 0 കാണിക്കുന്നു. ഗാൽനോമീറ്റർ എന്ത് കാണിക്കുന്നു? 0 കാണിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കാര്യം പറ. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് എത്ര? 50. ഇവിടെ നിന്ന് ഇതുവരെയുള്ള റെസിസ്റ്റൻസ് എത്ര? 50. 1 സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് 6 ഓം അല്ലേ? അപ്പൊ 50 സെന്റിമീറ്ററിന്റെ എത്ര? 50R അല്ലേ? അപ്പൊ ഇതും 50R, അതും 50R ആണേ. ഇനി വേറെ ഒന്നും ആലോചിക്കാതെ ഇക്വേഷൻ പറ. ഇതേ ബൈ ഇതേ ഈക്വൽ ടു ഇതേ ബൈ ഇത്. പറയൂ. x/r ഈസ് ഈക്വൽ ടു പറയൂ 50R ബൈ അപ്പുറത്തും 50R വെട്ടിപ്പോയി. അപ്പൊ x/r ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പൊ x ഈസ് ഈക്വൽ ടു r എന്ന് വരുമോ? എന്താണ് എഴുതിയത്? അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇപ്പോൾ എന്തിന് ഈക്വൽ ആണ്? റെസിസ്റ്റൻസ് ബോക്സിൽ നിങ്ങൾ എത്ര ഓം ഊരിയിരിക്കുന്നോ അതിന് ഈക്വൽ ആണ്. എന്താണ് അടിപൊളി പരിപാടിയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. എന്താണ്? നമ്മൾ ലാബിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെന്റ് കിട്ടി. അപ്പോൾ വലിയ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പി തന്നു. അപ്പോൾ ഈ കമ്പിയുടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കലാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ കമ്പിയുടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന്, റഫ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ റഫ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്? അതാണ് പറയുന്നത്. ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ റഫ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്? നമ്മുടെ ജോക്കിയെ മീറ്റർ ബ്രിഡ്ജ് വയറിന്റെ കറക്റ്റ് മിഡിലിൽ വെച്ചു. എന്നിട്ട് ഈ അൺനോൺ റെസിസ്റ്റൻസ് ഇവിടെ ഇരിക്കുകയാണ്, അവിടെ ഇരുന്നോട്ടെ. നമ്മുടെ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് എനിക്ക് കിട്ടിയ റിസൾട്ട് നോക്ക്. ഇവിടുത്തെ സാധനം സെയിം. അതെനിക്കറിയാം, ഇവിടെയും 50, ഇവിടെയും 50. അപ്പൊ 50R സെയിം ആണ്. അപ്പോൾ ആ കണ്ടീഷനിൽ എക്സും ആറും ഈക്വൽ ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ എക്സും ആറും ഈക്വൽ ആണ്. അപ്പൊ എക്സും ആറും ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, ലാബിൽ പോയിട്ട് ഈ ജോക്കിയെ ഇവിടെ വെച്ചിട്ട് ഈ റെസിസ്റ്റൻസ് ബോക്സ് ഇല്ലേ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ വാല്യൂ അങ്ങോട്ട് ഊരുക. ഇത്തിരി കൂടെ ഊരുക. ഇങ്ങനെ 1/1 ആയിട്ട് ഊരുക. ഊരിക്കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ വാല്യൂ കൂടെ ഊരി കഴിയുമ്പോൾ റെസിസ്റ്റൻസ് ബോക്സിൽ ടോട്ടൽ കുറേ വാല്യൂ ഊരി കഴിഞ്ഞാണല്ലോ, അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആ സമയത്ത് ഗാൽനോമീറ്റർ 0 കാണിക്കുന്നെങ്കിൽ ഓർത്തോണം, ഇപ്പം ഇതിനകത്ത് എത്ര ഊരിയിട്ടോ, ഇതിനകത്ത് ഇപ്പം നിങ്ങൾ 1.5 ഓമാണ് ഊരിയിട്ടിരിക്കുന്നതെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 1.5 ഓം ആണ് ഈ കമ്പിയുടെ അൺനോൺ റെസിസ്റ്റൻസ്. നിങ്ങൾക്ക് മനസ്സിലായൊന്നുമില്ല. ഇവിടെ ഗാൽനോമീറ്റർ മീറ്റർ ബ്രിഡ്ജല്ലേ ഇരിക്കുന്നത്. മീറ്റർ ബ്രിഡ്ജിന്റെ ഇവിടെ എന്താണ്? ലാബിൽ പോയി ചെയ്യുന്നതാണ്. ഇവിടെ എക്സ്, ഇവിടെ റെസിസ്റ്റൻസ് ബോക്സ്, അതൊക്കെ മനസ്സിലായി. ഇനി ഫസ്റ്റ് ചെയ്യുന്ന ജോലി, ജോക്കി എടുത്ത് എവിടെ വെച്ചു? കറക്റ്റ് മിഡിൽ വെച്ചു. ഓക്കെ, അതും ഓക്കെ, മിഡിൽ വെച്ചു. ഇനി അടുത്തെന്താണ് ചെയ്യേണ്ടത്? റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് ഏറ്റവും ചെറിയ വാല്യൂ ഊരി കളഞ്ഞു. ശകലം കൂടെ ഊരി. ഇങ്ങനെ ഗ്രാജുവലി റെസിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടുവരിക. അവസാനം ഒരു പർട്ടിക്കുലർ വാല്യൂ കൂടെ ഊരി തറയിലിടുന്ന സമയത്ത് ഗാൽനോമീറ്റർ എത്ര കാണിക്കും? 0 കാണിക്കും. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട പോയിന്റ് എന്താണ്? ഈ R അപ്പോഴെന്തിന് ഈക്വലാണ്? എക്സിന് ഈക്വലാണ്. അതല്ലേ ഇപ്പം ഞാൻ കാണിച്ചേ. R എന്തിന് ഈക്വലാണ്? എക്സിന് ഈക്വലാണ്. ഇപ്പം നിങ്ങൾ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് ഊരിയിട്ടിരിക്കുന്ന ടോട്ടൽ വാല്യൂ 1.5 ഓം ആണെങ്കിൽ ആ 1.5 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എക്സിന് ഈക്വൽ ആയിരിക്കും. എന്നാലേ ഇവിടെ ഗാൽനോമീറ്റർ എത്ര കാണിക്കൂ? 0 കാണിക്കൂ. അപ്പൊ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ റഫ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്? പറയൂ, ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ റഫ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്? കീപ് ദ ജോക്കി അറ്റ് ദ മിഡിൽ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ വയർ. Then remove resistances from resistance box 1 by 1 till galvanometer shows 0. That time resistance removed from resistance box will be equal to the unknown resistance. Why it is like that? So in this condition, this equal to that. So this resistance equal to that resistance. So 50R equal to 50R. Then by principle of Wheatstone, so x/r equal to 50R by 50R. So x/r equal to 1 or x equal to r. So അപ്പോൾ x എന്തിന് ഈക്വൽ ആണ്? r ഈക്വൽ ആണ്. So this is എന്താണ്? Your meter bridge is now in most sensitive condition. So when is your meter bridge most sensitive? See, when you place your jockey at the middle of meter bridge wire, your meter bridge is most sensitive. So when is your meter bridge most sensitive? When jockey is placed at 50 centimeter points,
So meter bridge will be most sensitive. Keep in mind. So when is your bridge most sensitive? When jockey is placed at 50 centimeter point, meter bridge will be most sensitive. Then X will be equal to R. Then X will be equal to the value of R. So how can you calculate the rough value of resistance? See, how will you calculate the rough value of resistance? Press the jockey at 50 centimeter point. Remove the resistances from resistance box one by one gradually. Then at a particular point, galvanometer shows 0. Then that time, resistance removed from resistance box will be total resistance removed from resistance box will be equal to the unknown resistance, because the meter bridge is now in most sensitive condition. Once again, tell me. So you place the jockey at 50 centimeter point, that is at the middle of meter bridge wire. Then what is the next? Remove resistance from resistance box one by one. Then at a particular point, say at a particular value, the galvanometer shows 0. This time the total resistance is removed from resistance box will be equal to the resistance of the wire. Okay, this is a method of calculating unknown resistance. You get the rough value of resistance. Okay, അപ്പോൾ ലാബിൽ പോയി നമ്മൾ ഇത് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അടുത്തത് സേ മീറ്റർ ബ്രിഡ്ജ് നമ്മളിപ്പോൾ പഠിച്ച ഡിവൈസാണ്. വേറൊരു ഡിവൈസിന്റെ പേരാണ് കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ്, CF ബ്രിഡ്ജ് എന്ന് പറയും. പോസ്റ്റ് ഓഫീസ് ബോക്സ്, ഇതെല്ലാം നിങ്ങൾ പോസ്റ്റ് ഓഫീസ് ബോക്സ് പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്ന ബോക്സ് അല്ല, അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡിവൈസുകളാണ്. ഈ ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മുടെ വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ്. വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ എഴുതാൻ പറഞ്ഞാൽ എഴുതണം. സോ നെയിം സം ഡിവൈസസ് വിച്ച് വർക്ക് ഓൺ വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ: meter bridge, Carey Foster's bridge, post office box, etc. Okay, all these work with the principle of Wheatstone. Okay, ഇനി മീറ്റർ ബ്രിഡ്ജിന്റെ ഒരു കാര്യം കൂടെ. മീറ്റർ ബ്രിഡ്ജ് അൺസ്യൂട്ടബിൾ ആണ്. എപ്പോഴെന്ന് ചോദിച്ചാൽ ലോ റെസിസ്റ്റൻസും തീരെ ലോ റെസിസ്റ്റൻസും വളരെ ഹൈ റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തീരെ ലോ റെസിസ്റ്റൻസുകളും വളരെ ഹൈ റെസിസ്റ്റൻസുകളും ഒന്ന് മെഷർ ചെയ്യാൻ മീറ്റർ ബ്രിഡ്ജ് മെത്തേഡ് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, ഓർത്ത് വെച്ചോണം. അപ്പം മീറ്റർ ബ്രിഡ്ജിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനെ നൾ മെത്തേഡ് എന്നാണ് പറയുന്നത്. എന്താണ് നൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? സീറോ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ഗാൽവനോമീറ്റർ. ആ മെത്തേഡ് പറയുന്ന പേരാണ് നൾ മെത്തേഡ്. സോ ദിസ് മെത്തേഡ് ഈസ് അൺസ്യൂട്ടബിൾ ടു കാൽക്കുലേറ്റ് to measure low resistance and high resistance. So keep in mind, name some devices which work on Wheatstone's principle: meter bridge, Carey Foster's bridge, then post office box, etc. Then meter bridge method is unsuitable to measure low resistances and high resistances. Keep in mind.